നമസ്കാരം, 140 ന്യൂസിലേക്ക് സ്വാഗതം. ക്യൂബയെ അട്ടിമറിക്കാൻ ടാസ്ക് ഫോഴ്സുമായി അമേരിക്ക. ക്യൂബൻ സർക്കാരിനെ സാമ്പത്തികമായും രാഷ്ട്രീയമായും സമ്മർദ്ദത്തിലാക്കി രാജ്യത്ത് ഭരണമാറ്റം കൊണ്ടുവരാൻ ലക്ഷ്യമിട്ട് അമേരിക്ക ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ചു. അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസിയായ CIA ആണ് പ്രത്യേക ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ചതെന്നാണ് റിപ്പോർട്ട്. പ്രസിഡന്റ് ട്രംപിന്റെ നിർദ്ദേശപ്രകാരം ക്യൂബയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ നീക്കം. ചാരന്മാരെ റിക്രൂട്ട് ചെയ്യുന്ന ഓഫീസർമാർ, ഇന്റലിജൻസ് അനലിസ്റ്റുകൾ, സൈബർ ഓപ്പറേഷൻ വിദഗ്ധർ, രഹസ്യ പ്രവർത്തനങ്ങൾ വൈദഗ്ധ്യമുള്ളവർ തുടങ്ങിയവരെ ഉൾപ്പെടുത്തിയാണ് ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ചിരിക്കുന്നത്. ക്യൂബൻ രാഷ്ട്രീയ നേതൃത്വത്തിനുള്ളിൽ ഭിന്നതകൾ ഉണ്ടാക്കി അമേരിക്കൻ താൽപര്യങ്ങൾക്ക് വഴങ്ങുന്ന നേതാക്കളെ അധികാരത്തിൽ എത്തിക്കുക എന്നതാണ് പ്രധാന ദൗത്യം. ബംഗ്ലാദേശിൽ രാഷ്ട്രീയ സംഘർഷം കടുക്കുന്നു. മുൻ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ ഷക്കീബ് അൽ ഹസന്റെ വീടിന് നേരെ പെട്രോൾ ബോംബ് ആക്രമണം. ബംഗ്ലാദേശ് ക്രിക്കറ്റ് ടീം മുൻ ക്യാപ്റ്റനും അവാമി ലീഗ് മുൻ MPയുമായ ഷക്കീബ് അൽ ഹസന്റെ വീടിന് നേരെ ആക്രമണം. മഗുരയിലുള്ള അദ്ദേഹത്തിന്റെ വീടിന് നേരെ ഒരു സംഘം ആളുകൾ പെട്രോൾ ബോംബ് എറിയുകയും തീയിടാൻ ശ്രമിക്കുകയും ചെയ്തതായി വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തു. മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന നടത്തിയ വെർച്വൽ വാർത്താ സമ്മേളനത്തിൽ ഷക്കീബ് പങ്കെടുത്തതിന് മണിക്കൂറുകൾക്ക് പിന്നാലെയായിരുന്നു സംഭവം. ബുധനാഴ്ച രാത്രി 9 മണിയോടെ മോട്ടോർ സൈക്കിളിലെത്തിയ ഒരു സംഘമാണ് ആക്രമണം നടത്തിയത്. വീടിന്റെ തെക്ക് ഭാഗത്തുള്ള ഇരുമ്പ് ഗേറ്റിന് മുകളിലേക്ക് പെട്രോൾ ബമ്പിന് സമാനമായ ഒരു വസ്തു വലിച്ചെറിയുകയായിരുന്നു. തുടർന്ന് തീപിടുത്തം ഉണ്ടായെങ്കിലും അയൽവാസികൾ ഉടൻ തന്നെ ഓടിയെത്തി തീ അണച്ചതിനാൽ അപകടം ഒഴിവായി. LDF പിന്തുണയോടെ UDFന്റെ അവിശ്വാസ പ്രമേയം. നാരങ്ങാനം പഞ്ചായത്തിൽ BJPക്ക് ഭരണം നഷ്ടപ്പെട്ടു. പത്തനംതിട്ട നാരങ്ങാനം പഞ്ചായത്തിൽ LDFും UDFും കൈകോർത്തതോടെ BJPക്ക് ഭരണം നഷ്ടമായി. UDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം 2 CPM അംഗങ്ങളുടെ പിന്തുണയോടെ പാസ്സായതാണ് BJPക്ക് ഭരണം നഷ്ടപ്പെടാൻ കാരണം. ആകെ 14 അംഗങ്ങളുള്ള പഞ്ചായത്തിൽ BJPക്കും UDFനും 6 വീതം അംഗങ്ങളാണ് ഉള്ളത്. LDFന് 2 അംഗങ്ങളാണ് ഉള്ളത്. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ നേരത്തെ BJPക്കും UDFനും 6 വോട്ടുകൾ വീതമാണ് ലഭിച്ചത്. തുടർന്ന് നറുക്കെടുപ്പിലൂടെയായിരുന്നു BJPക്ക് ഭരണം ലഭിച്ചത്. BJPക്ക് പ്രസിഡന്റ് സ്ഥാനം ലഭിച്ചെങ്കിലും സമാനമായ രീതിയിൽ വൈസ് പ്രസിഡന്റ് സ്ഥാനം നറുക്കെടുപ്പിൽ കോൺഗ്രസിനാണ് ലഭിച്ചത്. പോലീസിന് നേരെ ഭീഷണിയും വെല്ലുവിളിയുമായി അർജുൻ ആയങ്കി. പോലീസിന് നേരെ വീണ്ടും ഭീഷണിയും വെല്ലുവിളിയുമായി അർജുൻ ആയങ്കി. ഊന്നുകൽ CAയോടാണ് അർജുൻ ആയങ്കിയുടെ ഭീഷണി. പോലീസ് ഉദ്യോഗസ്ഥനുമായി നടത്തിയ വാട്സപ്പ് ചാറ്റും തന്റെ വെല്ലുവിളി സന്ദേശവും അർജുൻ ആയങ്കി തന്നെ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചു. സുഹൃത്തിന്റെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കുന്നതിനിടെ കോതമംഗലം പോലീസ് അർജുനെ അറസ്റ്റ് ചെയ്തിരുന്നു. അനാവശ്യമായി അറസ്റ്റ് ചെയ്തതെന്നായിരുന്നു അർജുന്റെ വാദം. ജയിൽ മോചിതനായ ശേഷം പോലീസിനെ ഭീഷണിപ്പെടുത്തിയതിനെ തുടർന്ന് വീണ്ടും കേസെടുത്തു. ഊന്നുകൽ പോലീസാണ് അന്വേഷണം നടത്തുന്നത്. ഇതുമായി ബന്ധപ്പെട്ട കേസിൽ ഹൈക്കോടതി ജാമ്യം നിഷേധിച്ചതിന് പിന്നാലെയാണ് പോലീസിന് നേരെ പുതിയ ഭീഷണിയും വെല്ലുവിളിയും. ഭീഷണി ശ്രദ്ധയിൽപ്പെട്ടെന്നും പരിശോധിക്കുകയാണെന്നും പോലീസ് അറിയിച്ചു. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസ് സ്ഥലത്തുണ്ടായിരുന്ന CPM നേതാക്കളെ ചോദ്യം ചെയ്യും. പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെ വീട്ടിൽ പരിശോധന നടത്തി മടങ്ങിയ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ സ്ഥലത്തുണ്ടായിരുന്ന മുഴുവൻ CPM നേതാക്കളെയും ചോദ്യം ചെയ്യും. നേതാക്കൾക്ക് നോട്ടീസ് അയച്ചു തുടങ്ങി. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, ജോൺ ബ്രിട്ടാസ് MP, V ജോയി, ബിനീഷ് കോടിയേരി എന്നിവരടക്കം എല്ലാ നേതാക്കളെയും ചോദ്യം ചെയ്യും. അതേസമയം കേസിൽ 6 CPM പ്രവർത്തകർക്ക് കൂടി ഹൈക്കോടതി ജാമ്യം നൽകി. ഇതോടെ കേസിൽ 21 പ്രതികൾക്ക് ജാമ്യം ലഭിച്ചു. ലഹരി മൂത്ത് പോലീസ് വാഹനത്തിന് മുകളിൽ മദ്യപന്റെ അഭ്യാസ പ്രകടനം. തിരുവനന്തപുരം നെയ്യാറ്റിങ്കര ബസ് സ്റ്റാൻഡിന് സമീപത്ത് നിർത്തിയിട്ടിരുന്ന പിങ്ക് പോലീസിന്റെ വാഹനത്തിന് മുകളിൽ കയറിയിരുന്നായിരുന്നു മദ്യപാനിയുടെ അഭ്യാസം. മണിക്കൂറുകളോളം വാഹനത്തിന് മുകളിൽ ഇരുന്ന ഇയാളെ പോലീസ് ഇറക്കിവിട്ടു. പോലീസ് പെട്രോളിംഗിന്റെ ഭാഗമായാണ് പിങ്ക് പോലീസ് നെയ്യാറ്റിങ്കര ബസ് സ്റ്റാൻഡിൽ എത്തിയത്. ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാർ വാഹനം നിർത്തി പുറത്തു പോയപ്പോഴായിരുന്നു മദ്യപന്റെ അഭ്യാസ പ്രകടനം. മദ്യലഹരിയിലായിരുന്ന ഇയാൾ ആദ്യം വാഹനത്തിൽ ചാരി നിൽക്കുകയും പിന്നീട് വാഹനത്തിന് പുറത്ത് കയറിയിരിക്കുകയുമായിരുന്നു. അസഭ്യവർഷം ഭയന്ന് നാട്ടുകാരും അടുത്തില്ല. തുടർന്ന് പോലീസ് എത്തി ഇയാളെ വിരട്ടി താഴെ ഇറക്കി വിടുകയായിരുന്നു. സംഭവത്തിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെ ഇയാളെ കണ്ടെത്തി കൂടുതൽ നടപടികളിലേക്ക് നീങ്ങാനുള്ള ശ്രമത്തിലാണ് നെയ്യാറ്റിൻകര പോലീസ്. സുരക്ഷയില്ലാത്ത വാക്വം ലിഫ്റ്റുകളുടെ പ്രവർത്തനം തടയണമെന്ന് ഹൈക്കോടതി.
സുരക്ഷിതത്വവും സാങ്കേതിക അനുമതിയും ഇല്ലാതെ പ്രവർത്തിക്കുന്ന അനധികൃത വാക്വം ലിഫ്റ്റുകളുടെ പ്രവർത്തനം തടയണമെന്ന് ഹൈക്കോടതി. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് സുരക്ഷിതയില്ലാത്ത വാക്വം ലിഫ്റ്റുകൾ പ്രവർത്തിക്കുന്നതിനെതിരെ കേരള എലിവേറ്റർ മാനുഫാക്ചേഴ്സ് അസോസിയേഷൻ നൽകിയ ഹർജിയിലാണ് ജസ്റ്റിസ് ബച്ചു കുര്യൻ തോമസിന്റെ വിധി. ഇത്തരം ലിഫ്റ്റുകളുടെ പ്രവർത്തനം സംബന്ധിച്ച് പരിശോധിച്ച് നടപടി സ്വീകരിക്കാൻ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന് 2024 ഹൈക്കോടതി നൽകിയ നിർദ്ദേശം നടപ്പാക്കാത്തതിനെ തുടർന്ന് നൽകിയ ഹർജിയിലാണ് വിധി. കേരള പോലീസ് രാജ്യത്തെ ഏറ്റവും മികച്ച പോലീസ് സേനയെന്ന് ആഭ്യന്തരമന്ത്രി. രാജ്യത്തെ ഏറ്റവും മികച്ച പോലീസ് സേനയാണ് കേരള പോലീസ് എന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്നതിലും സംസ്ഥാനത്തിന്റെ ക്രമസമാധാന നില പരിപാലിക്കുന്നതിലും മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് കേരള പോലീസ് കാഴ്ചവെക്കുന്നത്. ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും സമൂഹത്തിന്റെ പുരോഗതിക്ക് അനുയോജ്യമായ രീതിയിൽ കർത്തവ്യങ്ങൾ നിർവഹിക്കുന്നതിലും വലിയ ഉത്തരവാദിത്തമാണ് ഓരോ പോലീസ് ഉദ്യോഗസ്ഥർക്കുള്ളതെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. പേരൂർക്കട സ്പെഷ്യൽ ആംഡ് പോലീസ് ബറ്റാലിയൻ, വനിതാ ബറ്റാലിയൻ എന്നിവിടങ്ങളിൽ നിന്ന് പരിശീലനം പൂർത്തിയാക്കിയ 240 റിക്രൂട്ട് പോലീസ് കോൺസ്റ്റബിൾമാരുടെ പാസിംഗ് ഔട്ട് പരേഡാണ് ഇന്ന് നടന്നത്. പ്രകോപന പ്രസംഗവുമായി CPM ജില്ലാ സെക്രട്ടറി KK രാഗേഷ്. പയ്യന്നൂരിൽ പ്രകോപന പ്രസംഗവുമായി CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷ്. പയ്യന്നൂരിൽ ഷെഡ് മാത്രമല്ല അതിനടിയിൽ ഉള്ളതും മാന്തിയെടുക്കാൻ പാർട്ടിക്ക് ശേഷിയുണ്ടെന്ന് രാഗേഷ് പറഞ്ഞു. കുഞ്ഞികൃഷ്ണൻ അനുകൂലികളുടെ ചെമ്മീൻ ഷെഡ് കത്തിച്ചതിൽ പാർട്ടിക്ക് പങ്കില്ലെന്ന് വിശദീകരിക്കുമ്പോഴായിരുന്നു പരാമർശം. പയ്യന്നൂരിലെ സ്ഥാനാർത്ഥിയെ മാറ്റാതിരുന്നത് ആരോപണങ്ങൾ ശരിയാണെന്ന് വ്യാഖ്യാനിക്കാതിരിക്കാനാണെന്നും അദ്ദേഹം വെളിപ്പെടുത്തി. കള്ളുഷാപ്പുകളിൽ ഇനി മുതൽ ഭക്ഷ്യസുരക്ഷാ ലൈസൻസ് നിർബന്ധം. കേരളത്തിലെ കള്ളുഷാപ്പുകളിൽ ഇനി മുതൽ ഭക്ഷ്യസുരക്ഷാ ലൈസൻസ് നിർബന്ധം. ലൈസൻസ് ഇല്ലാതെ ഭക്ഷണം നൽകുന്ന സ്ഥാപനങ്ങൾക്കെതിരെ നടപടിയെടുക്കാൻ എക്സൈസ് കമ്മീഷണർ നിർദ്ദേശിച്ചു. നടപടിയെടുക്കാത്ത ഉദ്യോഗസ്ഥർക്കെതിരെ വകുപ്പ് തല നടപടി ഉണ്ടാകുമെന്നും മുന്നറിയിപ്പ് നൽകി.